ഹലോ ഫ്രണ്ട്സ്, ഉലകം ചുറ്റും വാലിബൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കന്യാകുമാരിയിലെ സൂര്യോദയ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വിവേകാനന്ദ പാറ കാണാനായിട്ടാണ് പോയത്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ വിവേകാനന്ദ പാറ കാണാനായിട്ട് ബോട്ടിൽ വേണം നമുക്ക് പോകാനുള്ളത്. ഒരാൾക്ക് 75 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. അപ്പോൾ നമുക്ക് ബോട്ടിന് വേണ്ടി കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമുക്ക് പോകാനായിട്ടുള്ള ബോട്ട് വന്നിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോകാം. ഇതാണ് ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ട്. അപ്പോൾ അതിനുള്ളിൽ നിന്ന് ലൈഫ് ജാക്കറ്റൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് ലൈഫ് ജാക്കറ്റ് എടുത്തിട്ട് വേണം ബോട്ടിനുള്ളിലേക്ക് കയറാനായിട്ട്. പിന്നെ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആയിട്ട് ക്യൂ ഉണ്ട്. നമ്മുടെ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കന്യാകുമാരി. ഇപ്പോൾ കന്യാകുമാരിയിലെ വാവതുറ മുനമ്പിൽ നിന്നും കടലിലേക്ക് 500 മീറ്റർ അകലെയാണ് ഈ വിവേകാനന്ദ പാറ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത, വിവേകാനന്ദ സ്വാമി കടൽ നീന്തി കടന്ന് ധ്യാനത്തിൽ 3 ദിവസം ധ്യാനത്തിലിരുന്ന പാറയാണത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് വിവേകാനന്ദ പാറ എന്ന പേര് വന്നതും. വിവേകാനന്ദ പാറയുടെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് തിരുവള്ളുവർ സ്റ്റാച്ചു കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ വിവേകാനന്ദ പാറയിൽ എത്തിച്ചേർന്നു. ഇവിടെയും ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ടിക്കറ്റ് എടുത്തതിന് ശേഷം വിവേകാനന്ദ പാറയിലെ കാഴ്ചകൾ കാണാനായിട്ട് പോവുകയാണ്. വിവേകാനന്ദ പാറ കാണാൻ പോകുമ്പോൾ ചെരുപ്പിട്ടുകൊണ്ട് പോകാൻ പറ്റില്ല.
അപ്പോൾ നമുക്ക് നമ്മുടെ പാദരക്ഷകളൊക്കെ സൂക്ഷിക്കാനായിട്ട് ഒരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മുടെ ചെരുപ്പ് അവിടെ കൊടുക്കുക, അവിടെ നിന്ന് ടോക്കൺ വാങ്ങണം. തിരികെ നമ്മൾ പാറ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ ഈ ടോക്കൺ കൊടുത്തിട്ട് നമ്മുടെ ചെരുപ്പ് തിരിച്ച് വാങ്ങാം. ഇതാണ് എൻട്രൻസ്. നമുക്കിവിടെ കാണാനായിട്ടുള്ളത് വിവേകാനന്ദ മണ്ഡപം, ധ്യാന മണ്ഡപം, ശ്രീപാദ മണ്ഡപമാണ്. വിവേകാനന്ദ പാറയുടെ ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഭയങ്കര സന്തോഷമാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടാലോ? ഇവിടെ കുടിവെള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് വിവേകാനന്ദ മണ്ഡപം. വിവേകാനന്ദ സ്വാമി കടൽ നീന്തി കടന്ന് 3 ദിവസം ധ്യാനത്തിലിരുന്ന സ്ഥലമാണിത്. അതായത് 1892 ഡിസംബർ 23, 24, 25 ഈ ദിവസങ്ങളിലാണ് വിവേകാനന്ദ സ്വാമി ഇവിടെ ധ്യാനത്തിലിരുന്നു എന്ന് പറയപ്പെടുന്നത്. ഇനി ഈ മണ്ഡപത്തിനുള്ളിൽ വിവേകാനന്ദ സ്വാമിയുടെ 17 മീറ്റർ ഉയരത്തിലുള്ള ഒരു പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഈ വിവേകാനന്ദ മണ്ഡപത്തിനുള്ളിൽ തന്നെ ഒരു മെഡിറ്റേഷൻ ഹാളുണ്ട്. വിവേകാനന്ദ സ്വാമിയെക്കുറിച്ചുള്ള ബുക്സ്, സ്വാമി എഴുതിയിട്ടുള്ള ബുക്സ്, ഇതെല്ലാം നമുക്കിവിടെ നിന്ന് വാങ്ങാൻ പറ്റും. അതിന് വേണ്ടിയിട്ടൊരു ബുക്ക് സ്റ്റോൾ തന്നെ ഇവിടെയുണ്ട്. ഇതാണ് ശ്രീപാദ മണ്ഡപം. അതായത് കന്യാകുമാരി ദേവി ഒറ്റക്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇടമാണിത്. ദേവിയുടെ പാദം പതിഞ്ഞ പാറയെന്നും ഇവിടെ കാണാം. അപ്പോൾ ഈ വിവേകാനന്ദ പാറയിലെ മെയിൻ ആയിട്ട് നമുക്ക് കാണാനുള്ളത് വിവേകാനന്ദ മണ്ഡപവും ശ്രീപാദ മണ്ഡപവും ധ്യാന മണ്ഡപവുമാണ്. കന്യാകുമാരിയിലെയും വിവേകാനന്ദ പാറയുടെയും സൗന്ദര്യം നേരിട്ട് കണ്ട് അനുഭവിച്ച് തന്നെ അറിയണം. വിവേകാനന്ദ പാറയിൽ നിന്നും തിരുവള്ളുവർ സ്റ്റാച്യു ഉള്ള പാറയിലേക്ക് ഒരു പാലം പണി പുരോഗമിക്കുകയാണ്. ഭാവിയിൽ കടലിന് മുകളിലൂടെ നടന്ന് തിരുവള്ളുവർ സ്റ്റാച്യു കാണാനായിട്ടുള്ള ഭാഗ്യം നമുക്കുണ്ടാകും. വിവേകാനന്ദ പാറയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മടങ്ങുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.